Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumodh and welcome to തട്ടിക്കൂട്ട് സെറ്റപ്പ്. So as always ഈ സെഗ്മെന്റിലാണ് നമ്മൾ നിങ്ങളുടെ PC റിഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ PC സെറ്റപ്പ്സ് നമ്മൾ ഷോക്കേസ് ചെയ്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും റെക്കമെൻഡേഷൻസ് പറയുന്നതും അതിൻ്റെ ഒരു കാഷ്വൽ അനാലിസിസ് ചെയ്യുന്നത്. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻട്രീസ് നമുക്ക് കുറവാണ്. ഇത് ലാസ്റ്റ് കുറച്ച് മാസം മുമ്പ് വന്ന എൻട്രീസ് ആണ് ഓൾറെഡി. എൻട്രീസ് വരുന്നതിലും പല ക്ലാരിഫിക്കേഷൻസും പല മിസ്സിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ബിസി ആയി പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഐ എം എക്സ്പെക്ടിങ് മോർ എൻട്രീസ്. അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറിയ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, എങ്ങനെ അയക്കണം, എവിടെ അയക്കണം, എങ്ങനെയാണ്, എന്താണെന്നുള്ളത്. സോ എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, തുടങ്ങാം. ഓക്കെ, സ്ട്രേറ്റ് അവേ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് സെറ്റപ്പ് അയച്ചേക്കുന്നത് അക്ഷിത് ആണ് ഫ്രം ആലപ്പുഴ. ഗെയിമിംഗ് ആൻഡ് നോർമൽ യൂസിനാണ് ഈ പി സി യൂസ് ചെയ്യുന്നത്. AMD ബേസ്ഡ് ഒരു പി സി ആണ്. Ryzen 5 5600X പ്രോസസർ, MSI B450M Pro VDH മദർബോർഡ്, ജി സ്കിൽസിൻ്റെ ആണ് റാം, 16GB 3000 MHz 8x2 GPU 1660 Twin Fan Edition ഫ്രം Zotac. സ്റ്റോറേജ് ഒരു SSD ഉണ്ട്, കിങ്സ്റ്റന്റെ A400 SATA ബേസ്ഡ് SSD, 1TB ഹാർഡ് ഡ്രൈവ് ആൻഡ് പ്ലസ് 500GB മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂളർ AK400, ക്യാബിനറ്റ് ലിയാൻലിയുടെ ലാൻകൂൾ 215 ആണ്. സോ ഓവറോൾ സ്പെക്സ് വൈസ് കുഴപ്പമില്ലാത്ത സ്പെക്സ് ആണ് ഞാനിവിടെ കാണുന്നത്. ചില കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. ഇത് എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്, എന്തായാലും ഇത് ഒരു APU സെറ്റപ്പ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ലേറ്റർ അതിനെ 5600X ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തതാണ്. സോ ഓവറോൾ ഇതാണ് അക്ഷത്തിൻ്റെ സെറ്റപ്പ് സീംസ് ഓക്കെ. ഫസ്റ്റ് ലുക്കിൽ നമുക്ക് വലിയ ഇതൊന്നും പറയാനില്ല. സ്പെക്സ് വൈസും ഒരു ലുക്സ് വൈസ് നോക്കുവാണെങ്കിൽ ഓവറോൾ ഒരു ഡീസൻറ്റ് സെറ്റപ്പ് ആയിട്ടാണ് തോന്നുന്നത്. ടേബിളിൽ നോക്കുവാണെങ്കിൽ അധികം ബഹളങ്ങളൊന്നും ഇല്ല, സിമ്പിൾ ഒരു സെറ്റപ്പാണ്. സോ കണ്ടിട്ട് ഈ സെറ്റപ്പിൽ 2 ഫാൻസ് എക്സ്ട്രാ പിന്നെ ആഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. ബ്ലൂ LED ലൈറ്റ് ഉള്ള ഫാൻസ് ആണ് തോന്നുന്നു. കണ്ടിട്ട് സൈഡിൽ നമുക്ക് LEDs ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലിയാൻലി ലാൻകൂൾ കേസിൻ്റെ ആ ഒരു ലുക്കിനെ ചെറുതായിട്ട് ഹാമ്പർ ചെയ്യുന്നുണ്ട്. ഇത് ലുക്സ് വൈസ് എൻ്റെ ഒരു സംഭവം പറഞ്ഞതാണ്, അതൊക്കെ സബ്ജക്റ്റീവ് ആയിരിക്കും. എനിവേസ് അതല്ലാതെ നോക്കുവാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കേബിൾ മാനേജ്മെൻറ്റ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വലിയ ഫോട്ടോസ് ഒന്നും അയച്ചിട്ടില്ല. കോർസൈൻ്റെ ഹെഡ്സെറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ കോലം ഇങ്ങനെയാണ്. ഈ സെയിം സിമിലർ ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കോസൻ്റെ HS70 ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ലോങ് ബാക്ക് എപ്പോഴും റിവ്യൂ ചെയ്തിട്ടുണ്ട്, HS60 or 70. സോ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. കേബിൾ മാനേജ്മെൻറ്റ് ഓവറോൾ അയച്ച ഫോട്ടോസ് വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. ഇതിൽ എന്തെങ്കിലും അപ്ഗ്രേഡ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്ഗ്രേഡ്സിൻ്റെ ഈ ഒരു സ്പെക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് പവർ സപ്ലൈ ഒന്ന് ചേഞ്ച് ചെയ്യണം. പവർ സപ്ലൈ DN450 ഒത്തിരി പഴയ മോഡലാണിത്. സോ പവർ സപ്ലൈ ഒന്ന് കുറച്ചുകൂടി ചേഞ്ച് ചെയ്ത് ബെറ്റർ ലേറ്റസ്റ്റ് മോഡൽ എടുക്കുന്നത് നല്ലതായിരിക്കും. ഡീപ് കൂളർ തന്നെ PK സീരീസ് നോക്കാം. ഈവൻ ലേറ്റസ്റ്റ് അവരുടെ PL സീരീസും വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ GPUവിൻ്റെ കാര്യം കൂടെ നോക്കിയിട്ട് PSU നോക്കാം. പുതിയതാണ് നോക്കുന്നതെങ്കിൽ 4060 or 4060 Ti ഒക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് എടുക്കാൻ പറ്റും. ഹാൻഡിൽ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പ്. സെക്കൻഡ് സെറ്റപ്പ് അയച്ചേക്കുന്നത് ശ്രീഹരിയാണ് ഫ്രം കോട്ടയം. ഹോം ആൻഡ് മൈനർ വീഡിയോ എഡിറ്റിംഗ് വേണ്ടിയാണ് ഈ PC യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. സ്പെക്സ് വൈസ് Intel i5 10400F, അസ്യൂസിൻ്റെ H510 ബേസിക് ബോർഡാണ്. ജി സ്കിൽസ് റിപ്ജോ 8GB മാത്രമാണ് റാം, SN750 500GB SSD, MW550 വാട്ട്സിന്റെ കൂളർ മാസ്റ്റർ PSU. ബാക്കി സ്പെക്സ് ആൻഡ് ഓൾ നിങ്ങൾക്ക് കാണാം. ഈ ബിൽഡിൽ ഗ്രാഫിക്സ് കാർഡ് ഒന്നും പറഞ്ഞിട്ടില്ല. IGPU ആണ് യൂസ് ചെയ്യുന്നത്. AutoCAD യൂസിനും ചെറിയ വീഡിയോ എഡിറ്റിംഗിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ അപ്ഗ്രേഡ്സും ഇഫ് എനി ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. എനിവേസ് ബേസിക് ഒരു സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റിഗ്രേറ്റഡ് GPU യൂസ് ചെയ്യുന്നതാണ്. സോ GPU ഒന്നുമില്ല. സോ ഇവിടെ ഒരു കാര്യം നോട്ടീസ് ചെയ്തത് ക്യാബിനറ്റ് NX230 ആണ് ആൻടെക്കിൻ്റെ. ഈവൻ ദോ ഫ്രണ്ടിൽ എയർ ഫ്ലോയ്ക്ക് വേണ്ടിയുള്ള ഓപ്പണിങ്സോ മെഷൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്ന കോൺഫിഗറേഷൻ ഞാൻ പറയുന്നത് ഇത് ചേഞ്ച് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ബെറ്റർ എയർ ഫ്ലോയ്ക്ക് വേണ്ടി. ബിക്കോസ് ഇപ്പം ടോപ്പിൽ 2 ഫാൻസും ബാക്കിലെ ഒരു ഫാനും എക്സോസ്റ്റ് കോൺഫിഗറേഷനിലാണ്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്രണ്ടിലെ ഈ ഫാൻ എടുത്ത് റിയറിൽ വെച്ചിട്ട് റിയറിൽ എക്സോസ്റ്റ് ആയിട്ട് വെച്ചിട്ട് ബാക്കി 3 ഫാൻസിനെ ഫ്രണ്ടിൽ വെക്കാവുന്നതാണ്. എക്സോസ്റ്റിന് നമുക്ക് 3 ഫാൻസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സോസ്റ്റിന് ഒരു ഫാൻ മോസ്റ്റ്ലി ഇനഫ് ആണ് ഇങ്ങനത്തെ ഒരു കോൺഫിഗറേഷനിൽ. പ്രോപ്പർ എയർ ഫ്ലോ എന്ന് പറയുന്നത് ഇൻടേക്കിന് മാക്സിമം ഫാൻസ് വേണം, എക്സോസ്റ്റിന് കുറവ് മതി. അത്യാവശ്യം വലിയ കേസൊക്കെ ആണെങ്കിൽ എക്സോസ്റ്റിന് ടോപ്പിലും ബാക്കിലും കൊടുക്കാൻ പറ്റും. കുറച്ച് ഓവറായിട്ട് കേബിൾ മാനേജ്മെൻറ്റ് ചെയ്ത പോലെയാണ് തോന്നുന്നത് ഈ ബാക്കിലെ കേബിൾ മാനേജ്മെൻറ്റ് കണ്ടിട്ട്. ബിക്കോസ് ഇത്രയും സിപ്പ് ടൈസും കാര്യങ്ങളും യൂഷ്വലി നമ്മൾ ഇത്രയും സിപ്പ് ടൈസ് യൂസ് ചെയ്യാറില്ല. ബാക്കി കേബിൾ മാനേജ്മെൻറ്റും കുഴപ്പമില്ല. ക്യാബിനറ്റിൻ്റെ ബാക്കിലെ പോർഷൻ നോക്കുവാണെങ്കിൽ ടേബിളിൻ്റെ താഴത്തെയും എല്ലാം നീറ്റ്ലി ആണ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. കേബിൾ മാനേജ്മെൻറ്റ് കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പെരിഫറൽസും എല്ലാം ബഡ്ജറ്റ് പെരിഫറൽസ് ആണ്. ഇതിൽ അപ്ഗ്രേഡ് ചോദിച്ചിട്ടുണ്ട്. സോ അപ്ഗ്രേഡ് 550 വാട്ട്സിൻ്റെ PSU ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു RTX 3060 വരെ GPU പോകാം. RX 6600ഉം
യൂസ്ഡ് വേണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. ഫസ്റ്റ് റാം ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഫ്യൂച്ചർ ജനറേഷനിലോട്ട് ചേഞ്ച് ആകുന്നതായിരിക്കും. ഇതേ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇതേ ചിപ്സെറ്റ് ഈ മദർ ബോർഡിൽ തന്നെ നോക്കുന്നെങ്കിൽ 550 വാട്ട്സ് PSC ഉള്ളതുകൊണ്ട് അത്യാവശ്യം RX 6600 അല്ലെങ്കിൽ 3050 GPUs ഒക്കെ ഓക്കെ ആയിരിക്കും. ഈവൻ 3060 ഓക്കെ ആണ്, പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ നോക്കാം. സോ ഓവറോൾ കുഴപ്പമില്ലാത്തൊരു PC ആയിരുന്നു. ഇതിലെ ഫാൻ കോൺഫിഗറേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ അപ്ഗ്രേഡ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒന്ന് നോക്കാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്. സോ അതായിരുന്നു നമ്മുടെ സെക്കൻഡ് സെറ്റപ്പ് ഫ്രം ശ്രീഹരി. തേർഡ് സെറ്റപ്പ് അയച്ചേക്കുന്നത് മിഥുൻ ആണ് ഫ്രം കൊല്ലം. ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഈ PC യൂസ് ചെയ്യുന്നത്. AMD ബേസ്ഡ് ഒരു സിസ്റ്റമാണ്. AMDയുടെ 3600 ആണ് പ്രൊസസ്സർ, B550 ആസ്റോക്കിൻ്റെ ബോർഡ്, XPG ഗമാക്സിൻ്റെ ആണ് റാം, MSI 1650 ആണ് GPU, 240GB NVMe SSD, 1TB സ്റ്റോറേജ്, 550 വാട്ട്സിൻ്റെ ആണ് കൂളർ മാസ്റ്റർ PSU, ആൻറ്റി സ്പോർട്സിൻ്റെ ICE 511 MT ആണ് ക്യാബിനറ്റ്. കാർഡ് ആൻഡ് കൂളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഈ സ്പെക്കിന് പറ്റിയതൊന്ന് പറയാമെന്നും ചോദിച്ചിട്ടുണ്ട്. ബാക്കി സ്പെക്സ് എന്തായാലും സ്ക്രീനിൽ കാണാം. സോ ഇതും ഒരു ബേസിക് സെറ്റപ്പ് ആണ്. മെയിൻലി ഗെയിമിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും കേബിൾ മാനേജ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ടേബിളിൻ്റെ താഴത്തെ പോർഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആ കേബിൾസ് എല്ലാം നല്ല രീതിയിൽ സിപ്പ് ടൈ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബിനറ്റിൻ്റെ അകത്തും കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പെരിഫറൽസും ആൻറ്റി സ്പോർട്സിൻ്റെ ആണ്, കീബോർഡ് ആൻഡ് മൗസ് കോംബോ. ഓവറോൾ ലോ ബഡ്ജറ്റ് റേഞ്ചിൽ ഓക്കെ പെരിഫറൽസ് ആണ്. കേസിൻ്റെ അകത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിലും ഒരു ഹെവി സ്പെക്ക് ഒന്നുമല്ല. 1650 ആണ് GPU. കുറച്ച് നാൾ മുമ്പേ ഒരു ടോപ്പ് സെല്ലിംഗ് ലോ ബഡ്ജറ്റ് GPU ആയിരുന്നു. ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി GTX സീരീസ് തന്നെ NVIDIA ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ PC ബിൽഡ് കുഴപ്പമില്ല, സെറ്റപ്പ് നീറ്റ് തന്നെയാണ്. സിമ്പിൾ ഒരു സെറ്റപ്പാണ്. ഇതിൽ പ്രത്യേകിച്ച് വലുതായിട്ട് പറയാനൊന്നുമില്ല. അത് അത്യാവശ്യം ഉള്ളത് നല്ല രീതിയിൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ അപ്ഗ്രേഡ് ചോദിച്ചു. 550 വാട്ട്സിൻ്റെ ആണ് PSU. സോ അതുകൊണ്ട് തന്നെ ഇവിടെയും ഞാൻ സെയിം RX 6600 GPU അല്ലെങ്കിൽ RTX 3050 ഓർ 3060 നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ നോക്കാം. എന്തായാലും ഞാൻ യൂസ്ഡ് ആണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്, പുതിയത് എടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് കൂളർ നിങ്ങൾക്ക് ഡീപ് കൂളിൻ്റെ AK സീരീസ് അല്ലെങ്കിൽ AG സീരീസ് നോക്കാം, ഓർ കൂളർ മാസ്റ്ററിൻ്റെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഹൈപ്പർ 212 മോഡലും എടുക്കാവുന്നതാണ്. സോ അപ്ഗ്രേഡിൻ്റെ കാര്യം ചോദിച്ചത് ഇതൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ എടുക്കാം GPU ഒക്കെ. സോ അതായിരുന്നു നമ്മുടെ തേർഡ് സെറ്റപ്പ്. ആൻഡ് ലിമിറ്റഡ് ഫോട്ടോസ് ആണ് നമുക്ക് കിട്ടിയത്, എല്ലാം കാണിച്ചു കഴിഞ്ഞു. ആൻഡ് സിമ്പിൾ ഒരു ബേസിക് സെറ്റപ്പാണ്. നെക്സ്റ്റ് ഫോർത്ത് സെറ്റപ്പ് അയച്ചേക്കുന്നത് അബിൻ അഭിരാമാണ്, ആലുവ. ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗിനാണ് യൂസ് ചെയ്യുന്നത്. സ്പെക്ക് ഇങ്ങനെയാണ്. ഇതും ഒരു AMD ബേസ്ഡ് PC ആണ്. Ryzen 5 3500 ആണ് പ്രോസസ്സർ. Asus Prime A320 ആണ് മദർ ബോർഡ്. 8GB റാം, ക്രൂഷ്യൽ ആൻഡ് കോർസൈൻ്റെ മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. Inno 3D GPU, GTX 1660 സൂപ്പർ. ആൻഡ് ബാക്കി സ്പെക്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ടാകും. മദർ ബോർഡ് പർച്ചേസ് ചെയ്തത് ബിഫോർ വാച്ചിങ് മൈ വീഡിയോ ആണെന്നാണ് പറയുന്നത്. സോ കുറച്ച് വീക്കാണ്. ആൻഡ് ഇതിൽ കുറച്ച് സജഷൻസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. AMD സ്റ്റോക്ക് കൂളർ മതിയോ എന്നും ചോദിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫ്യൂച്ചർ പ്രൂഫ് SSD വിത്തൗട്ട് ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. റെക്കമെൻഡ് മോണിറ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് ഇപ്പോൾ ഫോട്ടോ കാണുമ്പോഴാണ് മനസ്സിലായത് TD500 മെഷ് ആണ് ഇത്. സോ ഇവിടെ എൻറ്റയർലി ലുക്സിനാണ് പ്രിഫറൻസ് പോയെന്ന് തോന്നുന്നു. ബിക്കോസ് മദർ ബോർഡ് ചീപ്ഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഇവൻ പ്രോസസ്സറും പഴയ ഓവറോൾ സ്പെക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് ചീപ്ഡ് ഔട്ട് ആയി. ക്യാബിനറ്റ് മോസ്റ്റ് പ്രിഫറൻസ് പോയേക്കുന്ന ക്യാബിനറ്റിനാണെന്ന് തോന്നുന്നു ഇവിടെ. Ryzen 5 3500 ആ ഒരു ടൈമിൽ ഇറങ്ങിയ ടൈമിൽ കുഴപ്പമില്ലാത്തൊരു മിഡ് റേഞ്ച് CPU ആയിരുന്നു. റാം ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ വെക്കുന്നത് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ലൈക്ക് 2 ഡിഫറെൻറ്റ് ബ്രാൻഡ്സും 2 ഡിഫറെൻറ്റ് സ്പീഡ്സുമാണ്. ആൻഡ് അത് മാത്രമല്ല നിങ്ങൾ മെൻഷൻ ചെയ്തു 2133 MHz മാത്രമാണ് കിട്ടുന്നതെന്ന്. A320 മദർ ബോർഡിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ചീപ്പസ്റ്റ് A320 ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വർക്കാം, ചിലപ്പോൾ വർക്കാകത്തില്ല. XMP ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ബയോസ് നിങ്ങൾ XMP എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ XMP എനേബിൾ ചെയ്യാം. ആൻഡ് ഓൾസോ ഇവിടെ 2 ഡിഫറെൻറ്റ് റാംസ് ആണ് യൂസ് ചെയ്യുന്നത്. 2 ഡിഫറെൻറ്റ് സ്പീഡ്സും 2 ഡിഫറെൻറ്റ് കമ്പനീസും. സോ അതുകൊണ്ട് XMP പെർഫെക്റ്റ് ആയിട്ട് എനേബിൾ ആകുമെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓൾസോ XMP വർക്ക് ആയാലും 2 ഡിഫറെൻറ്റ് സ്പീഡ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലോവസ്റ്റ് ഏതാണോ അതിലേ വർക്ക് ആകത്തുള്ളൂ 2 റാംസും. ഇല്ലെങ്കിൽ റാം 2ഉം സെയിം സ്പീഡ് ആൻഡ് സെയിം കമ്പനി ആക്കണം. ആൻഡ് ഓൾസോ ബെറ്റർ ബോർഡ് എടുക്കുന്നതും നല്ലതാണ്. കാരണം ഈ ഒരു ഹോൾ സെറ്റപ്പിന് A320 ബോർഡ് ഒട്ടും മാച്ച് ആവുന്നില്ല. ഇത്രയും വലിയൊരു ക്യാബിനറ്റിൽ ഇത്രയും ഒരു ലോവസ്റ്റ് സ്പെക്ക് ഇടുന്നത് തന്നെ നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യത്തില്ല. സോ ഇതിപ്പം ഒരു ബേസിക് സ്പെക്കാണ്, നമുക്കിതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു കൈൻഡ് ഓഫ് എ മിസ്മാച്ച് ആയിപ്പോയ സ്പെക്കാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇതിൻ്റെ എന്തായാലും അപ്ഗ്രേഡ്സും കാര്യങ്ങളും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു പുതിയ പ്ലാറ്റ്ഫോമിലോട്ട് ചേഞ്ച് ആകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഈ ഒരു ബോർഡിൽ എന്തായാലും ഞാൻ ഹെവി ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഒന്നും പറയുന്നില്ല. സോ ഇവിടെ റിയർ ഫാൻ ചോദിച്ചിട്ടുണ്ട്. റിയർ ഫാൻ എന്തായാലും നിങ്ങൾക്ക് ARGBയും കാര്യങ്ങളും സിങ്ക് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ARGB സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോർഡ് വേണം. ആൻഡ് ഓൾസോ കൂളർ മാസ്റ്ററിൻ്റെ ആണ് കേസ്. ഫ്രണ്ടിൽ കൂളർ മാസ്റ്റർ
കോസ്റ്റിൻ്റെ എനിക്ക് തോന്നുന്നു നല്ല ഫാൻസ് ആണ് വരുന്നത്. സോ സിമിലർ ഫാൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റോക്ക് കൂളറാണ്, സ്റ്റോക്ക് കൂളർ ഇനഫ് ആണ്. 3500Xന് സ്റ്റോക്ക് കൂളർ മോർ ദാൻ ഇനഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. SSD ഇപ്പോൾ വെച്ചേക്കുന്നത് ഹീറ്റ് സിങ്ക് ഇല്ലെന്നാണ് പറയുന്നത്. സോ ഹീറ്റ് സിങ്ക് പ്രത്യേകിച്ച് ആവശ്യം വരുന്നൊന്നുമില്ല. ഹീറ്റ് സിങ്ക് ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു മോണിറ്റർ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ്. ബഡ്ജറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് ഈ ഒരു സ്പെക്കിന് നിങ്ങൾക്ക് വ്യൂസോണിക്കിൻ്റെ 24 ഇഞ്ചിൻ്റെ മോണിറ്റേഴ്സ് നോക്കാം, ഓർ ഈവൻ LGയുടെ 24 ഇഞ്ച് ഈ പർട്ടിക്കുലർ മോഡൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് ബഡ്ജറ്റ് അനുസരിച്ച്. സോ ബെറ്റർ റെക്കമെൻഡ് ചെയ്യുന്ന സ്പെക്ക് ഒന്ന് നല്ലതാക്കിയിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നോക്കാം. സ്പെക്ക് ആദ്യം മെയിൻ ബെറ്റർ ആക്കുക. എനിവേസ് അതായിരുന്നു നമ്മുടെ 4th സെറ്റപ്പ്. ലാസ്റ്റ് സെറ്റപ്പ് അയച്ചേക്കുന്നത് ജാക്ക് ഗെയിമിംഗ് യൂണിവേഴ്സ്. ജാക്ക് ആണ് ഫ്രം തൃശ്ശൂർ. ഗെയിമിംഗ്, ആഫ്റ്റർ എഫക്ട്സ്, കണ്ടന്റ് കൺസംഷൻ ആണ് മെയിൻ. സ്പെക്ക് ഇതാണ്, ഇന്റൽ പെന്റിയം ഗോൾഡ് G5400 പ്രൊസസർ, ഗിഗാബൈറ്റിന്റെ H310 9th ജനറേഷൻ ആണിത്. 12GB ആണ് റാം, 2400 MHz. സോഡാക്കിന്റെ 1050 Ti GPU, 240GB SSD, 500GB ഹാർഡ് ഡിസ്കും. ബാക്കി സ്പെക്സും കാര്യങ്ങളും കാണാം. ഫിംഗേഴ്സിന്റെ ആണ് ക്യാബിനറ്റ് ആൻഡ് ഓവറോൾ സ്പെക്ക് ഇതൊക്കെയാണ്. ഇതിൽ തന്നെ ഒരു പ്ലേ സ്റ്റേഷൻ സ്ലിം 1TB മോഡലുണ്ട് ആൻഡ് വേറൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ചെറിയ അപ്ഗ്രേഡ് ഓൺ പ്രോസസ്സർ നോക്കുന്നുണ്ട് വിത്ത് എക്സിസ്റ്റിംഗ് മദർ ബോർഡ്. എന്തായാലും ഫസ്റ്റ് അപ്ഗ്രേഡിൻ്റെ കാര്യം അങ്ങ് പറയാം. H310 ആണ് ചിപ്സെറ്റ്. ഇതിൽ ഹെവി ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് ഞാൻ എന്തായാലും പറയുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി പഴയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പഴയ സീരീസ് ആണ്. കിട്ടുവാണെങ്കിൽ യൂസ്ഡ് 9th സീരീസ് എന്തെങ്കിലും നോക്കാം. 9th ജനറേഷൻ i3 ഓർ i5 9400F ഒക്കെ നോക്കാം. പുതിയൊരു ഇതിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഹോൾ സെറ്റപ്പ് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലൈക്ക് ഈവൻ ദോ PCയുടെ കോൺഫിഗറേഷൻ ലോ ആണെങ്കിലും PC സെറ്റപ്പ് വെച്ചേക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു നല്ല രീതിയിൽ തന്നെയാണ്. ഓവറോൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ടേബിൾ അറേഞ്ച് ചെയ്തേക്കുന്നതും എല്ലാ കാര്യങ്ങളും. ലൈറ്റിംഗ് ഇറ്റ് ലുക്സ് വെരി നൈസ്. ഐ മീൻ ടേബിളിൻ്റെ താഴെ കേബിൾ മാനേജ്മെൻറ്റ് കുഡ് ബി ബെറ്റർ, കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. സോ PCയുടെ ഡീറ്റെയിൽഡ് സൈഡ് വ്യൂ നമുക്ക് കാണിച്ചിട്ടില്ല. ഈ ഒരു ആംഗിളിൽ നിന്നുള്ള ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. സോ ക്ലിയർലി അകത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഈ ഒരു പവർ സപ്ലൈ VS400 ആണ് ഈ കാണുന്നത്. സോ ഇതിൽ ഐ തിങ്ക് GPU, അതായത് GPUവിൻ്റെ PCI കേബിൾ ഇല്ലെന്ന് തോന്നുന്നു. അതില്ലാതെ നമുക്ക് ഫ്യൂച്ചർ GPUs ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉള്ളത് 1050 Ti ആണ്. 1050 Tiക്ക് എനിക്ക് തോന്നുന്നു ഒരു പവർ കണക്ടർ ഇല്ലാത്ത ഒരു മോഡലാണെന്ന് തോന്നുന്നു. ഫ്യൂച്ചർ എന്തെങ്കിലും അപ്ഗ്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ ചേഞ്ച് ചെയ്യാം. ഓവറോൾ സെറ്റപ്പ് ലുക്സ് നൈസ്, ലൈക്ക് നീറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്, കുഴപ്പമില്ലാതെ തന്നെ. എനിവേസ് അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് എൻട്രി ആൻഡ് ദാറ്റ് വാസ് ദി എൻഡ് ഓഫ് തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് 29. പുതിയ എൻട്രീസ് വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.